കൊല്ലം തേവലക്കര ബോയ്സ് ഹൈസ്കൂളിൽ വിദ്യാർത്ഥി ഷോക്കേറ്റു മരിച്ച സംഭവത്തിൽ അടച്ചിട്ട സ്കൂളിൽ നാളെ മുതൽ അധ്യയനം ആരംഭിക്കും. വൈദ്യുത ജോലികൾ പൂർത്തീകരിച്ച ശേഷമാണ് ക്ലാസുകൾ തുടങ്ങുന്നത്. ബാലാവകാശ കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം നാളെ കുട്ടികൾക്ക് കൗൺസിലിംഗ് ക്ലാസ് നൽകും. അരുൺരാജാണ് കൊല്ലത്ത് നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നത്. എന്തായാലും ഈ കുട്ടികൾ വല്ലാത്തൊരു ഷോക്കിലാണ്. കുട്ടികൾ മാത്രമല്ല, അധ്യാപകരും ഒക്കെ തന്നെ വല്ലാത്ത ഷോക്കിലാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇനി ക്ലാസ്സുകൾ തുടങ്ങുമ്പോൾ മിഥുനെക്കുറിച്ചുള്ള ഓർമ്മകൾ ഉണ്ടാവും, ആ ദുരന്തത്തിനെക്കുറിച്ചുള്ള വല്ലാത്ത ആശങ്കകൾ ഉണ്ടാവും, ഒപ്പം ഭയവും ഒക്കെ ഉണ്ടാവും. അപ്പോൾ ആ കുട്ടികൾക്ക് കൗൺസിലിംഗ് നൽകുന്നത് നന്നായിരിക്കും. അപ്പോൾ അതുൾപ്പെടെയാണ് ഇനിയിപ്പോൾ തുടങ്ങുമ്പോഴേക്കും ആ കൗൺസിലിംഗ് ക്ലാസ്സുകളെല്ലാം ഉണ്ട്. അരുൺരാജ് ചേരുന്നുണ്ട് നമുക്കൊപ്പം. അതെ അരുൺ, ഗുഡ് മോർണിംഗ്. അവിടെ എന്തായാലും നാളെ വീണ്ടും ക്ലാസ്സുകൾ തുടങ്ങുകയാണ്. വലിയൊരു ട്രോമയിലാണ് അധ്യാപകരും കുട്ടികളും, ഒപ്പം തന്നെ അവരുടെ വീട്ടിലിരിക്കുന്ന രക്ഷിതാക്കളാണെങ്കിൽ പോലും. ഓരോ ദിവസവും കുഞ്ഞുങ്ങൾ സ്കൂളിലേക്ക് പോകുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന ഒരു ആശങ്ക പലപ്പോഴും അവരുടെ മനസ്സിലേക്ക് ഉണ്ടാക്കാൻ ആ സംഭവം ഇടയായിട്ടുണ്ട്. അപ്പോൾ അവർക്ക് കുഞ്ഞുങ്ങൾക്ക് കൗൺസിലിംഗ്, മറ്റു രീതിയിലുള്ള എന്തൊക്കെ ക്രമീകരണങ്ങളാണ് അവിടെ ചെയ്തിരിക്കുന്നത്? ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന, സ്മിത. എന്തായാലും തേവലക്കര ബോയ്സ് ഹൈസ്കൂളിൽ നാളെ മുതൽ ക്ലാസുകൾ പുനരാരംഭിക്കാനുള്ള നടപടികളാണ് ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ളത്. അതിന് മുന്നോടിയായി ഈ വൈദ്യുതീകരിക്കുന്ന പ്രവൃത്തികൾ, അതുമായി ബന്ധപ്പെട്ട ഈ വൈദ്യുതി ലൈനുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള പാളിച്ച ഉണ്ടായിട്ടുണ്ടോ, ഇനി എന്തെങ്കിലും കൂട്ടിച്ചേർക്കേണ്ടതുണ്ടോ, സുരക്ഷാ ക്രമീകരണങ്ങൾ നടത്തേണ്ടതുണ്ടോ എന്നീ കാര്യങ്ങളിലൊരു പരിശോധനയാണ് ഇന്ന് നടക്കുന്നത്. ഇതിനുശേഷമായിരിക്കും ഈ സ്കൂളുകൾ സ്കൂളിൽ അധ്യയനം തുടങ്ങുക. നാളെ കുട്ടികൾക്ക് പ്രധാനമായും ബാലാവകാശ കമ്മീഷന്റെ കൌൺസിലിംഗ് നടത്താനാണ് തീരുമാനമെടുത്തിരിക്കുന്നത്. കാരണം ഈ സംഭവം, മിഥുന്റെ മരണം നേരിൽ കണ്ട ഒട്ടനവധി വിദ്യാർത്ഥികളുണ്ട് അവിടെ. ആ വിദ്യാർത്ഥികൾക്ക് വലിയ മാനസികമായ പ്രശ്നങ്ങളുണ്ട് എന്നുള്ളതാണ് അധ്യാപകർ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ബാലാവകാശ കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം നാളെ കുട്ടികൾക്ക് ഒരു കൌൺസിലിംഗ് നൽകുന്നത്. സ്കൂളിലെ എല്ലാ കുട്ടികൾക്കും അത്തരത്തിൽ കൌൺസിലിംഗ് നൽകാനാണ് നിലവിൽ ബാലാവകാശ കമ്മീഷൻ തീരുമാനമെടുത്തിട്ടുള്ളത്. നാളെ ആ കൌൺസിലിംഗ് ആയിരിക്കും നടക്കുക. തുടർന്ന് അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും അതുപോലെ തന്നെ ഈ നാട്ടുകാരുടെയും ഒരു ഭരണസമിതി അംഗങ്ങളുടെയും എല്ലാം ഒരു മീറ്റിംഗ് കൂടി വിളിച്ചു ചേർക്കുന്നുണ്ട് എന്നുള്ള വിവരം കൂടി പുറത്തേക്ക് വരുന്നു. കാരണം എല്ലാവരെയും ഈ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം, രക്ഷിതാക്കളെ കൂടി കുറച്ചുകൂടി അവയർനെസ് ആക്കണം എന്നുള്ളതാണ് നിലവിൽ സർക്കാരും വിദ്യാഭ്യാസ വകുപ്പ് എടുത്തിരിക്കുന്ന തീരുമാനം. എന്തായാലും വലിയ മാനസിക വിഷമത്തിൽ തന്നെയാണ് ആ സ്കൂൾ അധ്യാപകരും വിദ്യാർത്ഥികളും എല്ലാം തന്നെ. മിഥുന്റെ ഓർമ്മകളുള്ള മണ്ണാണ്. മിഥുന്റെ അവസാന നിമിഷം വരെ മിഥുൻ അവിടെ സജീവമായി ഇടപെട്ട വ്യക്തിയാണ്. അതുകൊണ്ട് തിരിച്ച് സ്കൂളിലേക്ക് വരുമ്പോൾ ഉള്ളിലൊരു ഭയം ആ സ്കൂളിലെ ഉള്ള കുട്ടികൾക്ക് ഉണ്ടാകാതിരിക്കാൻ പഴയ പോലെ ആ കുട്ടികൾ ആ സ്കൂളിൽ വീണ്ടും സജീവമാകാൻ വേണ്ടിയുള്ള ശ്രമങ്ങളാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്തുനിന്നും സ്കൂൾ മാനേജ്മെന്റിന്റെ ഭാഗത്തുനിന്നും ഇപ്പോൾ തുടരുന്നത്. സംഭവത്തിൽ പോലീസിന്റെ അന്വേഷണം വളരെ കാര്യക്ഷമമായി തന്നെ മുന്നോട്ട് പോവുകയാണ്. സ്കൂൾ മാനേജ്മെന്റിനെ പ്രതിപട്ടികയിലേക്ക് ഉൾപ്പെടുത്തുകയാണ് പോലീസ്. ഇതിന്റെ മറ്റൊരു വശം കൂടി ഇന്ന് നിയമോപദേശം തേടി ഇതുമായി ബന്ധപ്പെട്ട വകുപ്പുകളിൽ ഏതെങ്കിലും തരത്തിലുള്ള മാറ്റം വരുത്തണമോ എന്ന കാര്യം കൂടി ഇന്ന് പോലീസ് പരിശോധിക്കും. കാരണം ഈ മനഃപൂർവ്വം അല്ല, ഒരു അശ്രദ്ധ മൂലമുണ്ടായ ഒരു മരണം എന്നുള്ളതാണ് നിലവിൽ പോലീസ് മനസ്സിലാക്കുന്നത്. പക്ഷേ അതിനപ്പുറം ഇതൊരു കൊലപാതക കുറ്റം ഈ കേസിൽ നിലനിൽക്കുമോ എന്ന് പോലീസ് പരിശോധിക്കുന്നുണ്ട്. കാരണം സ്കൂൾ മാനേജ്മെന്റ് വീഴ്ചയാണ് ഈ കുട്ടിയുടെ മരണത്തിനിടയാക്കിയത് എന്ന ആരോപണം വളരെ ശക്തമാണ്. പോലീസ് അന്വേഷണത്തിലും ഇക്കാര്യങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെ വകുപ്പിട്ടാൽ അത് കോടതിയിൽ നിലനിൽക്കുമോ, കേസിന്റെ വേളയിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടോ എന്നുള്ള കാര്യങ്ങളാണ് പോലീസ് പരിശോധിക്കുന്നത്. ശാസ്താംകോട്ട ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം ഈ കേസ് ഇപ്പോൾ വളരെ കാര്യമായി അന്വേഷിച്ചു വരികയാണ്. മൊഴികൾ പരമാവധി ശേഖരിച്ച് ഇതുമായി ബന്ധപ്പെട്ട തെളിവുകൾ കൂടി ഇപ്പോൾ പോലീസ് കണ്ടെടുക്കുകയും ചെയ്തിട്ടുണ്ട്.